സ്വാതി, ഗുഡ് മോർണിംഗ്. നമ്മൾ പ്രതീക്ഷിച്ചത് ഈ വെടിനിർത്തൽ കരാർ, ആ കരാറോടുകൂടി സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുന്നു, ജനജീവിതം സാധാരണഗതിയിലേക്ക് വരുന്നു എന്നതായിരുന്നു. പക്ഷേ കരാർ ലംഘനം വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ ഉണ്ടാകുന്നു. പാകിസ്ഥാന് പ്രകോപനം ആവർത്തിക്കപ്പെടുന്നു. ഈ കഴിഞ്ഞ രാത്രി സമാധാന അന്തരീക്ഷത്തിലേക്ക് കടന്നിരിക്കുന്നു. ഡ്രോൺ ആക്രമണമോ ഷെല്ലാക്രമണമോ വെടിയൊച്ചകളോ ഒക്കെ നിലച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ജമ്മു കശ്മീർ പഴയ രീതിയിലേക്ക് മടങ്ങുന്ന സമയമാണ് കഴിഞ്ഞ മണിക്കൂറുകൾ എന്നാണ് മനസ്സിലാക്കുന്നത്. അതിർത്തിയിലെ സ്ഥിതി എന്താണ്? പാക് പ്രകോപനത്തിനുള്ള സാധ്യതകളെല്ലാം രാജ്യം വിലയിരുത്തുമ്പോൾ തീർച്ചയായും ഇപ്പോൾ അതിർത്തി മേഖലകൾ എന്തായാലും ശാന്തമായി പോകുന്നു എന്നുള്ള ഒരു സമാധാനപരമായ ആശ്വാസകരമായ വാർത്ത തന്നെയാണ് രാവിലെ ലഭിക്കുന്നത്. നിലവിൽ എല്ലായിടങ്ങളിലും ജമ്മു കാശ്മീർ ഉൾപ്പെടെയുള്ള അതിർത്തി സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ദിവസം, അതായത് ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ നിരവധിയിടങ്ങളിൽ പാകിസ്ഥാൻ അത് ലംഘിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും അത് വിദേശകാര്യ സെക്രട്ടറി തന്നെ ആ സംഭവത്തെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം നടന്നിട്ടുള്ള നയതന്ത്ര ചർച്ചകൾ അല്ലെങ്കിൽ സൈനിക തലത്തിൽ തന്നെ ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. നിരവധിയായിട്ടുള്ള അതിർത്തി മേഖലകളിലെ ചീഫ് സെക്രട്ടറിമാരുമായും അജിത് ദോവൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഉൾപ്പെടെ പാകിസ്ഥാൻ്റെ സൈനിക നടപടികൾ സംബന്ധിച്ച് പാകിസ്ഥാൻ ഭരണകൂടവുമായി ബന്ധപ്പെടുകയും അത്തരത്തിൽ സൈനിക തലത്തിൽ തന്നെ അതിനുശേഷവും ചർച്ച നടന്നിട്ടുണ്ടായതായി തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ രാത്രി ആ വെടിനിർത്തൽ ലംഘനമുണ്ടായി, അതിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് വിദേശകാര്യ സെക്രട്ടറി അടക്കം പ്രതികരിക്കുന്നു, കേന്ദ്ര സർക്കാർ പ്രതികരിക്കുന്നു. സൈന്യത്തിന് അത്തരത്തിൽ നിർദ്ദേശം നൽകിയതായും കേന്ദ്ര സർക്കാർ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. എന്തായാലും അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഇടങ്ങളിൽ നിന്ന്, അതായത് അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് പൂഞ്ച് ഉൾപ്പെടെയുള്ള അതിർത്തി മേഖലകളിൽ അത്തരം സംഭവങ്ങൾ അല്ലെങ്കിൽ പ്രകോപനമോ ഡ്രോൺ ആക്രമണമോ അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള പ്രകോപനവും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുള്ള ഏറ്റവും ശുഭകരമായ വാർത്ത തന്നെയാണ്. അതോടൊപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ കഴിഞ്ഞ ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആക്രമണം അല്ലെങ്കിൽ പ്രകോപനവും ഒക്കെ ഉണ്ടായിട്ടുള്ള ശ്രീനഗർ, അമൃത്സർ, പഞ്ചാബിലെ അമൃത്സർ ഉൾപ്പെടെയുള്ള ഇടങ്ങൾ, രാജസ്ഥാൻ, അഖ്നൂർ, ഈ മേഖലകളിലാണ് കഴിഞ്ഞ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷവും ചില തരത്തിലുള്ള പ്രകോപനങ്ങൾ, ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായി എന്നുള്ള ആരോപണങ്ങളൊക്കെയും ഉയർന്നത്. ആ സ്ഥലങ്ങളിലൊക്കെയും ഇപ്പോൾ നിലവിൽ അത്തരത്തിലുള്ള ആക്രമണ സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജനജീവിതം സാധാരണഗതിയിലേക്ക് വരുന്നുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് ലഭിക്കുന്നത്. വിമാനത്താവളങ്ങളൊക്കെയും സുഗമമായി പ്രവർത്തിക്കുന്ന നിലയിലേക്ക് വരുന്നുണ്ട്. ഈ ചില സർവീസുകളെയൊക്കെയും കഴിഞ്ഞ ദിവസം ഇത് ബാധിച്ചിരുന്നു, എന്നാൽ അതൊക്കെയും പൂർണ്ണസ്ഥിതിയിലേക്ക് വരുന്നുണ്ട്. സുഗമമായി തന്നെ അത്തരം കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അതേസമയം ജാഗ്രത ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ ദിവസം വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞിരുന്നു, ഏതു തരത്തിലുള്ള ഈ വെടിനിർത്തൽ കരാറിന് വന്നതിന് പിന്നാലെയും ഏതു തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായാൽ അതിനുള്ള തിരിച്ചടി എന്ന നിലയിൽ അല്ലെങ്കിൽ പ്രതിരോധം എന്ന നിലയിൽ സൈന്യം എപ്പോഴും സജ്ജമായി തന്നെ അതിർത്തി കാക്കുന്നുണ്ട്, അതിർത്തിയിൽ തുടരുന്നുണ്ട്. അതുകൊണ്ട് അത്തരം പേടിയൊന്നും വേണ്ട എന്നുള്ള, ജനങ്ങൾക്ക് ഒരു ആശ്വാസകരമായി, ജനങ്ങൾക്ക് ഭീതിയില്ലാതെ ജീവിക്കുവാനുള്ള അത്തരത്തിലുള്ള പ്രതികരണം വിദേശകാര്യ മന്ത്രാലയം നടത്തിയിരുന്നു. അതിൻ്റെയൊക്കെയും ഭാഗമായി വിവിധയിടങ്ങളിൽ ഇപ്പോഴും ജാഗ്രത തുടരുക തന്നെയാണ്. പഞ്ചാബിലെ അമൃത്സറിൽ നിലവിൽ റെഡ് അലേർട്ട് തുടരുന്നുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട്. അമൃത്സറിലടക്കം ജില്ലാ ഭരണകൂടം അടക്കം നൽകിയിട്ടുണ്ട്. അവിടെ ജനങ്ങളോട് ഇപ്പോൾ നിലവിൽ വീടിനുള്ളിൽ തന്നെ തുടരണമെന്നുള്ള ആവശ്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം ബാൽക്കണികളിലേക്കൊന്നും നിലവിൽ വരണ്ട, ജനലിൻ്റെ അരികിൽ ഒന്നും വന്ന് നിൽക്കേണ്ടതില്ല എന്നുള്ളത് ജനങ്ങളെ കുറച്ചുകൂടി ജാഗ്രത എന്ന നിലയിൽ തന്നെയാണ് അതിനെ കാണേണ്ടത്. മറ്റു തരത്തിലുള്ള ഭീതിപ്പെടുത്തുന്ന സാഹചര്യങ്ങളൊന്നും തന്നെ അവിടെയില്ല. റെഡ് അലേർട്ട് തുടരുന്നുണ്ടെങ്കിലും മറ്റ് അക്രമ സംഭവങ്ങളോ ഡ്രോൺ ആക്രമണങ്ങളോ ഒന്നും തന്നെ അവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള ആശ്വാസകരമായ വാർത്തയാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള വെടിനിർത്തൽ ലംഘനം പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ വിമർശനങ്ങൾക്ക് ഇടയായിട്ടുള്ള സാഹചര്യമുണ്ട്. ഏകദേശം 5 മണിയോടെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരികയും അതിനുശേഷം 5 മണിക്കൂറിന് പിന്നാലെ വരുന്ന വാർത്തകൾ പ്രകോപനങ്ങൾ ഉണ്ടായി എന്നുള്ള തരത്തിൽ ശ്രീനഗറിൽ സ്ഫോടനമുണ്ടായെന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള തന്നെ സ്ഥിരീകരിക്കുന്നു. ഗുജറാത്തിലെ സംസ്ഥാന ആഭ്യന്തരമന്ത്രി അത്തരത്തിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്ന് സ്ഥിരീകരിക്കുന്നു. അത്തരം സംഭവങ്ങൾ വിവിധയിടങ്ങൾ ഉണ്ടായതും പാകിസ്ഥാനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം വിവിധ ഇടങ്ങളിൽ നിന്ന്
ഉയരുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഏത് പശ്ചാത്തലത്തിലാണ് അത്തരം നടപടികൾ പാകിസ്ഥാൻ്റെ സൈന്യം നടത്തിയിട്ടുള്ളത് എന്നുള്ളത് മറ്റ് ചർച്ചകൾക്കൊക്കെയും വിധേയമാക്കേണ്ട കാര്യമാണ്. അപ്പോഴും നിലവിലിപ്പോൾ മറ്റ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൊണ്ടുവന്നിട്ടുള്ള മറ്റ് പരിമിതികൾ അല്ലെങ്കിൽ ഉപരോധങ്ങളുണ്ട്. അത് സംബന്ധിച്ച് ഇനി എങ്ങനെയായിരിക്കും? ഉദാഹരണം പറയുകയാണെങ്കിൽ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി തുടരുന്നു. വ്യോമപാത ഇരു രാജ്യങ്ങളും അടയ്ക്കുന്നു. വാഗ അട്ടാരി അതിർത്തിയൊക്കെയും അടച്ച നിലയിലേക്ക് മാറുന്നു. അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര നടപടികളുടെ ഭാഗമായി അത്തരം നിയന്ത്രണങ്ങൾ, ഉപരോധങ്ങൾ ഇരു രാജ്യങ്ങളും വെച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച ചർച്ചകൾ എങ്ങനെയാണ്? അത് ഇനിയും തുടരുമോ? ഈ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടിയിൽ നിന്ന് ഇന്ത്യ പിന്മാറുമോ? അത് സംബന്ധിച്ച നയതന്ത്ര ചർച്ചകളൊക്കെയും വരുന്ന ദിവസം തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വിദേശകാര്യ സെക്രട്ടറി അക്കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചിരുന്നു. മെയ് 12-ന്, അതായത് നാളെ, അത് സംബന്ധിച്ച് സൈനിക തലത്തിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സൈനിക തലത്തിൽ നടക്കുന്ന ചർച്ചയും ഈ ഒരു ഘട്ടത്തിൽ പ്രധാനമാണ്. ഇത് സംബന്ധിച്ച മുന്നോട്ടുള്ള നീക്കങ്ങൾ, ഇരു രാജ്യങ്ങളും സ്വീകരിക്കുന്ന നടപടികൾ സംബന്ധിച്ച് എന്തായാലും ചർച്ചയുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ജമ്മു കാശ്മീരിലൊക്കെയും നഗരങ്ങൾ സാധാരണഗതിയിലേക്ക് പോകുന്നു. പഞ്ചാബിൽ ഫിറോസ്പൂരിലൊക്കെ ആക്രമണം ഉണ്ടായ ദിവസങ്ങളാണ്. അവിടെ ഇപ്പോൾ വെടിവെപ്പോ ഡ്രോൺ ആക്രമണങ്ങളോ അത്തരത്തിൽ ഒരു സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വളരെ ആശ്വാസകരമായ വാർത്തയാണ് അതിർത്തി മേഖലകളിൽ നിന്ന് ഇതുവരെയും വന്നുകൊണ്ടിരിക്കുന്നത്. അന്ന.